ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോടെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് പെന്തക്കോസ്ത് ഞായറാണ്. പരിശുദ്ധാത്മാവെ വരിക, സർവ്വസൃഷ്ടിയും രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതാണ് വിഷയം. ഇന്നത്തെ ശുശ്രൂഷയിലൂടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പരിശുദ്ധാത്മാവിന്റെ കൃപ ധാരാളമായി ചൊരിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹത്വത്തിൻ്റെ പ്രത്യാശയായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗപിതാവേ, അവിടുത്തെ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ എല്ലാവിധ അനുഗ്രഹത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ പകർന്ന് ആ ദൈവകൃപയിൽ സഭ ആരംഭിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കിയതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. പെന്തക്കോസ്തിനത്തിൻ്റെ സന്തോഷം അനുഭവിപ്പാൻ ഈ വിശുദ്ധ ആരാധനയോട് ഞങ്ങളെ സഹായിക്കുകയും അതിനായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. ആദിയോടന്തം പരിശുദ്ധാത്മാവെ എന്തറിച്ചു കൊള്ളണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗപിതാവേ, ആമേൻ. ദൈവാസ്തുതിക്കും മഹത്വനുമായി ഇപ്പോൾ നമുക്ക് ക്രിസ്തീയ ആരാധന പാഠപുസ്തകത്തിലെ പാട്ട് നമുക്ക് ശ്രവിക്കാം. കർത്താവിൻ്റെ അത്താഴം എന്ന ഭാഗത്ത് മൂന്നാമത്തെ സ്തുതിത്താരി നമുക്ക് ദൈവത്തെ സ്തുതിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ,
ആകാശവും ഭൂമിയും അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്ന വാഴ്ത്തപ്പെടാനാവുന്നു. ഞങ്ങൾ സ്തുതി. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, അങ്ങേക്ക് സ്തുതി. സൃഷ്ടാവേ, അങ്ങേക്ക് സ്തുതി. പാപികളായ അടിയരോട് കൃപ ചെയ്യുന്ന മശിഹ രാജാവേ, അങ്ങേക്ക് സ്തുതി. ആമേൻ. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം ഇസ്രായേലേ കേൾക്ക. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇത് ശ്രേഷ്ഠമായ ഒന്നാമത്തെ കൽപ്പന. നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണമെന്നതാണ് രണ്ടാമത്തെ കൽപ്പന. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകലനായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി. കൽപ്പനകൾ അനുസരിപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ വിനയമുള്ളതാക്കണമേ. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ പരിശുദ്ധവചനം കേൾപ്പാനും കർത്താവിൻ്റെ ശരീരങ്ങൾ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായ നമ്മെ തന്നെ ശോധന ചെയ്ത് അനുതാപത്തോടും വിശ്വാസത്തോടും ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നമുക്ക് ഈ സമയത്ത് മുട്ടുകളെ മടക്കി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി വിനയപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളെക്കുറിച്ച് ഉണർന്ന് അവയെ നമുക്ക് ദൈവമുമ്പാകെ മനഃപൂർവ്വമായി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിന് നേരെ നാം എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും ക്ഷമിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാവുന്നതാണ്. നിങ്ങളുടെ പാപങ്ങൾ ഓർത്ത് വാസ്തവമായും ആത്മാർത്ഥമായി അനുദപിച്ച് അയൽക്കാരുടെ സ്നേഹത്തിലും സമാധാനത്തിലും വസിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവിടുത്തെ വിശുദ്ധയിൽ നടന്ന് പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം അവിടുത്തോട് പുതുതായി നിരപ്പാക്കപ്പെടുന്ന കാരുണ്യവാനായ ദൈവത്തോട് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുവേൻ. തുടർന്ന് വരുന്ന പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ ദൈവമേ, ഞങ്ങയോടും ഞങ്ങൾക്കാരോടും പാപം സ്വീകരിക്കുന്നുവെന്ന് ഏറ്റുപറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലെല്ലാവരും തിരികെ നടന്നിരിക്കുന്നത് ഞങ്ങൾ ക്രിസ്തുവിനെ നാം ഉച്ചരിക്കുന്നെങ്കിലും വിട്ടകന്നിട്ടില്ല. യേശു ക്രിസ്തുമൊന്നും ഞങ്ങളുടെ കരുണയുണ്ടായി ഞങ്ങളുടെ സകല പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധാത്മാവനായി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷികളെ ഉണർത്തണമേ. മറ്റുള്ളവരും ഹൃദയവരും ക്ഷമിപ്പാൻ തക്ക പ്രാപ്തി നൽകണമേ. ഇനിമേൽ ഞങ്ങളുടെ നാമമഹത്വത്തിനായി ജീവന്റെ പതക്കത്തിൽ അങ്ങയുടെ സേവ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സത്യമായി ക്രിസ്തുവിൽ കൊടുത്തെങ്കിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ കൃപാപൊഴി കേൾപ്പിൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകനായ പുത്രനിൽ വിശ്വസിക്കുന്നവന് നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്ന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ള വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യം പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുന്ന തൻ്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളെയും ക്ഷമിച്ച് അവയിൽ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിൽ ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷയും പാഠങ്ങളും
എന്നതേക്കുള്ള പ്രത്യേകമായ അപേക്ഷ പെന്തക്കോസ്ത് നായർ പരിശുദ്ധാത്മാവെ വരിക, സർവ്വസൃഷ്ടിയെ രൂപാന്തരപ്പെടുത്തുക. അഗ്നിനാവുകളായ ആത്മാവിനെ അയക്കുകയും സർവ്വസൃഷ്ടിയിലും പുതുജീവൻ വിശ്വസിക്കുകയും ചെയ്യുന്ന ജീവൻ്റെ ദൈവമേ, ദൈവാത്മാവിനാൽ അങ്ങയുടെ വിശ്വസ്തരെ പ്രചോദിപ്പിക്കണമേ. അങ്ങനെ പരിശുദ്ധാത്മാവിന് രൂപാന്തര ശക്തിയാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ സർവ്വസൃഷ്ടിയും രഞ്ജനപ്പെടുമാറാകട്ടെ. നിന്നോടും പരിശുദ്ധാത്മാവോടും കൂടെ എന്നേക്കും ഏകദൈവമായി കാലാവസ്ഥ കൂടാതെ ജീവിച്ചു വാടുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. ദൈവം നമ്മുടെ ഹൃദയങ്ങൾ പ്രകാശിപ്പിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പ്രകാശമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ വചനത്താൽ ഞങ്ങൾ ജീവിക്കുകയും ചരിക്കുകയും അസ്തിത്വം കണ്ടെത്തുകയും ചെയ്യുന്നു. മുൻകാലത്തിൽ അങ്ങയുടെ ദാസരുടെ ഹൃദയങ്ങൾ പ്രകാശിപ്പിച്ചതുപോലെ നിത്യനായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെയും പ്രകാശിപ്പിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഈ സമയം ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം നമുക്ക് ശ്രവിക്കാവുന്നതാണ്. പഴയ വേദഭാഗമായി എസ്കേൽ പ്രവചനം 36-ാം അധ്യായം 24 മുതൽ 36 വരെയുള്ള വാക്യങ്ങളും സങ്കീർത്തനം 29 ലേഖന വേദഭാഗമായി അപ്പോസ്തല പ്രവർത്തന പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളും നമുക്ക് ഇപ്പോൾ ശ്രവിക്കാവുന്നതാണ്. 29-ാം സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി ഉപയോഗിക്കാം. സങ്കീർത്തനങ്ങൾ 29. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പിൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പിൻ. യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുപ്പിൻ. വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പിൻ. യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു, പെരുവെള്ളത്തിന്മീതെ യഹോവ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു, യഹോവ ലെബാനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. അവനവയെ കാളക്കുട്ടിയെപ്പോലെയും ലെബാനോനെയും സിരിയോനെയും കാട്ടുപോത്തൻ കുട്ടിയെപ്പോലെയും തുള്ളിക്കുന്നു. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിന്തിക്കുന്നു. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, അത് വനങ്ങളെ തോലുരിക്കുന്നു. അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു. യഹോവ ജലപ്രളയത്തിന്മീതെയിരുന്നു, യഹോവ എന്നേക്കും രാജാവായിരിക്കുന്നു. വായിക്കാം. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യം എന്നേക്കും തന്നെ. ആമേൻ. ഇന്നത്തേക്കുള്ള പഴയ നിയമ പാഠഭാഗം എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 24 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. എസെക്കിയേൽ 36, 24 മുതൽ 36 വരെ. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങളെൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇനിമേൽ ജാതികളുടെ ഇടയിൽ ക്ഷാമത്തിൻ്റെ നിന്ന അനുഭവിക്കാതിരിക്കേണ്ടതിന് ഞാൻ വൃക്ഷങ്ങളുടെ ഫലവും നിലത്തിൻ്റെ വിളവും വർദ്ധിപ്പിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദുർമാർഗങ്ങളെയും നന്നല്ലാത്ത പ്രവൃത്തികളെയും ഓർത്ത് നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും മ്ലേച്ഛതകൾ നിമിത്തവും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. നിങ്ങളുടെ നിമിത്തമല്ല ഞാനിത് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിരിക്കട്ടെ എന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങളുടെ നടപ്പ് നിമിത്തം ലജ്ജിച്ച് നാണിപ്പീൻ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെ നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കുന്ന നാളിൽ നിങ്ങളുടെ പട്ടണങ്ങളിൽ ഞാൻ ആളെ പാർപ്പിക്കും, ശൂന്യ സ്ഥലങ്ങളെയും പണിയും. വഴിപോകുന്ന ഏവരുടെയും കാഴ്ചയ്ക്ക് ശൂന്യമായി കിടന്നിരുന്ന പ്രദേശത്ത് കൃഷി നടക്കും.
ശൂന്യമായി കിടന്ന ദേശം ഏദൻ തോട്ടം പോലെ ആയിത്തീർന്നുവല്ലോ. പാഴും ശൂന്യമായി ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങൾ ഉറപ്പും നിവാസികളുമുള്ളവ ആയിത്തീർന്നുവല്ലോ എന്ന് അവർ പറയും. ഇടിഞ്ഞു കിടന്ന പട്ടണങ്ങളെ യഹോവയായ ഞാൻ പണിത് ശൂന്യപ്രദേശത്തെ നടുതല വെച്ചുണ്ടാക്കി എന്ന് നിങ്ങളുടെ ചുറ്റും ശേഷിച്ചിരിക്കുന്ന ജാതികൾ അന്ന് അറിയും. യഹോവയായ ഞാൻ അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. ഇവിടെ പാഠഭാഗം അവസാനിച്ചു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ലേഖന ഭാഗം അപ്പോസ്തല പ്രവർത്തികൾ 2:1 മുതൽ 13 വരെ. അപ്പോസ്തല പ്രവർത്തികൾ 2:1 മുതൽ 13 വരെയുള്ള ദൈവവചനം കേൾക്കുകയും. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ വിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഒരുത്തൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നുപോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവർ എല്ലാം ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തരും ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? പർഥരും മേദ്യരും എലാമ്യരും മെസോപ്പൊത്തേമ്യയിലും യഹൂദയിലും കപ്പദോക്യയിലും പൊന്തോസിലും ആസ്യയിലും പ്രിബുഗ്യയിലും പഫുല്യയിലും മിസ്രൈമിലും കുറേനയ്ക്ക് ചേർന്ന ലിബിയ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മത അനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു. ഇതെന്തായിരിക്കുമെന്ന് തമ്മിൽ പറഞ്ഞു. ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ച് പറഞ്ഞു. ലേഖനഭാഗങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ക്രിസ്തുവേ നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഈ സമയം നമുക്ക് സുവിശേഷ വേദഭാഗം ശ്രവിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ശ്രവിപ്പിൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വായിച്ചേട്ട തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് വചന ശുശ്രൂഷയ്ക്ക് മുമ്പായി നമുക്കൊരു ഗാനം ശ്രവിക്കാം. തുടർന്ന് നമ്മുടെ അഭിവന്യ തിരുമേനി ഈ നാളിൽ നമ്മുടെ മഹാടേക്ക് അനുഗ്രഹമായി ആത്മീയമായ നേതൃത്വം നൽകുന്ന അഭിവന്യ തിരുമനസ് നമ്മോട് ദൈവനെ സംസാരിക്കുന്നതിനാണ്. അതിനായി അഭിവന്യ തിരുമനസിനെ സാദരം ക്ഷണിക്കുന്നു. ഞാൻ പൂർണ്ണമാനസാൽ നിന്നെ സ്നേഹിച്ചിടും എൻ യേശുവേ, ഞാൻ നിത്യം വാഞ്ച
ഞാൻ സ്നേഹിക്കും നിന്നെ തന്നെ എൻ ശ്രേഷ്ഠനാം നൽ സ്നേഹിത നീ ദൈവത്തിൻ കുഞ്ഞാടത്രേ നീ എൻ്റെ രക്ഷകൻ സുതാ ഞാനാശിക്കും നിന്നെ എന്നേക്കും പാടും നിന്നെ. നിന്നെ പറ്റാതെ ഞാൻ ദോഷം ചെയ്തു ചുറ്റിപ്പോ സ്വർഗം വിട്ടേറെ ദൂരെയാ ഈഹത്തെ അൻപായി പറ്റിപ്പോ ഇപ്പോൾ നിന്നെ സ്നേഹിച്ചത് നീ തന്നെ ഞാൻ നിന്നെ സൗഖ്യവാഴ്വിലും സ്നേഹിക്കുമെൻ്റെ കർത്താവേ ഞാൻ നിന്നെ കഷ്ടനാളിലും സ്നേഹിക്കുമെൻ്റെ യേശുവേ എന്നന്ത്യനേ ഞങ്ങളുടെ ബാധകമായ വീണ്ടെടുപ്പുകാരനുമായ ബലഹീനനായ അടിയന്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയങ്ങളിലെ സ്നേഹം അങ്ങേക്കേറ്റം പ്രസാദകരമായി പെരുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയംഗമായ സ്വാഗതം. നമ്മൾക്ക് ഒരുമിച്ച് ആരാധിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിലും ഭവനങ്ങളിൽ നിന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഏവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. പ്രസ്തുത ഭവനങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പെന്തക്കോസ്ത് ദിനത്തിൽ, സഭയുടെ ആരംഭ ദിനത്തിൽ, സഭയുടെ ആനിവേഴ്സറിയാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ എല്ലാവർക്കും പ്രാപിക്കുവാൻ അവസരമുണ്ട്. കോവിഡ്-19 എന്ന മഹാമാരി ലോകത്തെല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ പടർന്നതുപോലെ പരിശുദ്ധാത്മാവ് ലോകത്തെല്ലാ സ്ഥലത്തും ഒരുപോലെ പകരപ്പെടുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവ്. തൃത്വത്തിൽ മൂന്നാമത്തെ ആൾത്വമായ പരിശുദ്ധാത്മാവ് എന്ന ദൈവം നമ്മുടെ മധ്യത്തിൽ വസിച്ച് നമ്മൾക്ക് ശക്തിയും കൃപയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇന്നത്തെ പാഠഭാഗങ്ങൾ, ഇന്നത്തെ ചിന്തകളെല്ലാം അതിനെ ആസ്പദമാക്കിയുള്ളതാകുന്നതല്ല. ഇന്ന് സുവിശേഷ ഭാഗമായി വായിച്ചവരുടെ ഭാഗത്ത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 22-23 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുകയും ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നു അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നു അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ്. If you forgive anyone his sins, they are forgiven. If you do not forgive them, they are not forgiven. ഇത് സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന വലിയൊരു അധികാരമാണ്. സഭയാണ് ഇതിൽ ശിഷ്യന്മാർക്ക് ഉയർത്തെഴുന്നേറ്റ കർത്താവ് പരിശുദ്ധാത്മാവിനെ കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരാൾക്ക് പാപങ്ങളെ നിർത്തുവാനും പാപങ്ങളെ മോചിക്കുവാനും അധികാരം.
വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ദൈവത്തിന് പാപം മോചിക്കുവാനുള്ള അധികാരമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ യേശു പത്രോസിനോട് പറയാണ്, പത്രോസ് നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. സഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വലിയ വാഗ്ദത്തമാണ് പത്രോസിനോട് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് സഭയുടെ അതോറിറ്റി ഉന്നതമാണ്. സഭയുടെ അതോറിറ്റി പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. കാരണം അതോറിറ്റിയിലുള്ള വീഴ്ചകളും അതോറിറ്റിയിൽ വീഴ്ചകൾ വരുമ്പോൾ ജനങ്ങളിലുള്ള വീഴ്ചകളും ഇതിന് കാരണമായി തീരുന്നു. എന്നാൽ ചോദ്യം ചെയ്യപ്പെടില്ല. അതുകൊണ്ടാണ് പാപമോചിക്കുവാൻ ശാസ്ത്രവാനും മനുഷ്യന്മാരും യേശുവിനോട് ചോദിച്ചു. അതുകൊണ്ട് ചോദ്യങ്ങൾ എപ്പോഴും ഉണ്ട്. അല്ല, ഈ ചോദ്യങ്ങളുടെ മുമ്പിൽ സത്യസന്ധമായി നിൽക്കുവാനുള്ള മനസാക്ഷി ആളുകൾക്കുണ്ടായിരിക്കും, വിശ്വാസികൾക്കുണ്ടായിരിക്കും, സഭാ മക്കൾക്കുണ്ടായിരിക്കും. അതിന് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന ആളുകളുടെ അധികാരം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന ആളുകളുടെ അധികാരം ഉന്നതമാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന ആ അധികാരം അത് ദുർവിനിയോഗം ചെയ്യുവാനുള്ളതല്ല. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പൊതുപ്രയോജനത്തിനാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് പരിശുദ്ധാത്മാവുണ്ട്, എന്നിലേറെ ശക്തിയുണ്ടെന്ന് കരുതി ഞാനതിനെ എന്റെ ഗുണത്തിനോ അതിനെ ഒരു കച്ചവടച്ചരക്കാക്കി മാറ്റുകയോ ചെയ്താൽ അതിന് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ മുമ്പേ പറഞ്ഞ എല്ലാവർക്കും ലഭിക്കും. ബിഷപ്പിന് മാത്രമല്ല, അച്ഛന് മാത്രമല്ല, ഒരു കൊച്ചുകുഞ്ഞിന് പോലും ലഭിക്കുന്ന പരിശുദ്ധാത്മാവ് അതിനെ പൊതുപ്രയോജനത്തിന് വേണ്ടി കൊടുക്കുവാനായിട്ട് സാധിക്കും. പൊതുപ്രയോജനത്തിന് വേണ്ടി കൊടുക്കുവാനായിട്ട് സാധിക്കും. അത് ദൈവം ഈ കാലഘട്ടങ്ങളിൽ കൂടുതലായി ഉപയോഗിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് 1-ാം പാഠഭാഗമായി വായിച്ചു കേട്ട യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായത്തിന്റെ 24 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലായിത്തീരും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം, പുതിയൊരാത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാണ്. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായ ഹൃദയം നിങ്ങൾക്ക് തരും. ദൈവത്തിന്റെ സന്നിധിയില് ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. നമ്മളെല്ലാവരും സ്നാനപ്പെട്ടവർ, സ്നാനപ്പെട്ട സഭയുടെ അംഗങ്ങളായിട്ടുള്ളവർ. നിർമ്മല ജലം തളിക്കുന്ന ഏവർക്കും പരിശുദ്ധാത്മാവ് ലഭിക്കും. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനിയും നിർമ്മല ജലം പരിശുദ്ധാത്മ സ്നാനമാണ് പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് യെഹെസ്കേൽ അത് പറഞ്ഞിരിക്കുന്നത്. നിർമ്മല ജലം തളിച്ച് നിങ്ങളെ നിർമ്മലീയരായിത്തീരും. Sprinkle clean water upon you and you shall be clean. ഞാൻ നിങ്ങളും വിശുദ്ധ സ്നാനത്തിലൂടെ ക്ലീൻ ആയിത്തീരും. പരിശുദ്ധ ആത്മാവിന്റെ അഭിഷേകത്തിലൂടെ ശക്തി പ്രാപിക്കുക എന്നുള്ളതാണ് രണ്ടാമത്. അപ്പോൾ നമുക്കൊരു പുതിയ ഹൃദയം, കല്ലായുള്ള ഹൃദയം മാറി മാംസമായ ഹൃദയത്തിൽ, a new heart, a new spirit. Take away the stony heart and give a heart of flesh. എന്നാൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്ന നമ്മളിൽ പോലും ചിലപ്പോൾ ഈ സ്റ്റോണി ഹാർട്ട് വരും, കല്ലായ ഹൃദയം നമ്മളിൽ വരും. അതിനെ പ്രാപിച്ച് എപ്പോഴും മാംസമായ ഹൃദയം, കല്ലായുള്ള ഹൃദയം നമ്മൾ നമ്മൾ അതിൽ ഉറച്ചു നിൽക്കും. ഏതെങ്കിലും കാര്യങ്ങൾ സമ്മതിക്കാത്തവരായിരിക്കും. എന്നാൽ ഇത് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്ന ഒരാളുടെ ഹൃദയത്തിന് പ്രത്യേകതയുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഹൃദയമുള്ളവരായിരിക്കണം
പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. ഹൃദയമില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവ് നിങ്ങൾ അടുത്തോട് പോലും പോയിട്ടില്ല. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അതുകൊണ്ടാണ് പറഞ്ഞത് പർവ്വത പ്രസംഗത്തിൽ അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർക്ക് ദൈവത്തെ നേരിട്ട് കാണാൻ സാധിക്കും. എങ്ങനെയാണ് നേരിട്ട് കാണുന്നത്? കൊറോണ വൈറസ് ബാധിച്ച ഒരു രോഗിയെ കാണുമ്പോൾ ഹൃദയശുദ്ധിയുള്ള ഒരു ഡോക്ടർ ആ രോഗിയെ കാണുന്നത് യേശുവായിട്ടാണ്, ദൈവമായിട്ടാണ് കാണുന്നത്. എന്റെ അടുക്കൽ ആര് എങ്ങനെ വന്നാലും ഞാൻ ചിന്തിക്കും, ദൈവമേ ഈ അവസ്ഥ എനിക്കായിരുന്നെങ്കിൽ. അതുകൊണ്ട് ആ ആളിനെ അങ്ങനെ കാണാൻ സാധിക്കുന്നു. നമ്മുടെ മുമ്പിൽ വരുന്ന ആള്, ആ ആളിനെ ദൈവമായിട്ട് കാണാൻ സാധിക്കണം. അതുകൊണ്ട് പരിശുദ്ധാത്മാഭിഷേകം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ ഒരു ശസ്ത്രക്രിയയാണ്. അതുകൊണ്ട് ഇന്നും കോവിഡ്-19 ശേഷവും ഇതെല്ലാം വന്നിട്ട് വെട്ടുക്കിളി ഇറങ്ങിയെന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യ മുഴുവൻ വെട്ടുക്കിളി പറഞ്ഞത് കേട്ടില്ല. ഈ ഇന്ത്യ മുഴുവൻ നശിപ്പിക്കാതെ മതി. വെട്ടുക്കിളിക്ക് കേരളം അവിടെ പറയാൻ ഉള്ള ആ വെട്ടുക്കിളി ഇവിടെ വരാൻ ഭയങ്കര വെട്ടുക്കിളിക്ക് ഭയങ്കര യൂണിറ്റി. ഭയങ്കര യൂണിറ്റി എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് വെട്ടുക്കിളികളാണ് ഒരുമിച്ച് വരും. വെട്ടുക്കിളിയെ പറ്റി പഠിക്കാൻ ഭയങ്കര രസമാണ്. യോഗനാശ്രാമത്തിന്റെ ഭക്ഷണമായിരുന്നു, ഭയങ്കര ടേസ്റ്റാണ് ആ വെട്ടുക്കിളിയും കാട്ടുന്നതിനായിരുന്നു യോഗനാശ്രാമത്തിന്റെ ഭക്ഷണം. അപ്പോൾ യോഗനാശ്രാമത്തിന്റെ ഭക്ഷണമായിരുന്നെങ്കിൽ അത് നാശത്തിന് നാശത്തിന് ഉപയോഗിക്കും. പ്രവാചകന്മാർ വെട്ടുകിളിയെ ദേശത്ത് വന്നിട്ടുണ്ട്, ദേശം ക്ഷാമം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രവാചക പുസ്തകങ്ങൾ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ കോവിഡ്-19 ഫ്ലഡ്, വെള്ളപ്പൊക്കം വരാൻ പോകുന്നു, ചുഴലിക്കാറ്റ്, വെട്ടുകിളികൾ വന്നാൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ഹൃദയമുള്ള എനിക്ക് നിങ്ങൾക്കും എങ്ങനെ സഹായിക്കാൻ സാധിക്കും? എങ്ങനെയാണ് മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് സാധിക്കുന്നത്? ആ ഹൃദയമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സഹായിക്കാൻ സാധിക്കുള്ളൂ. ഹൃദയമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സഹായിക്കാൻ സാധിക്കുള്ളൂ. നമ്മളുടെ ആശുപത്രികൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ആശുപത്രികൾ ഇതിനു വേണ്ടി തുറന്നു കൊടുക്കുമ്പോൾ ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ മിഷൻ ആശുപത്രിയായിരുന്നു നെയ്യൂർ ആശുപത്രി, സോമർവില്ലിന്റെ ആശുപത്രി. ലോകത്തിലെ ഏറ്റവും വലിയ മിഷൻ ആശുപത്രി 1940കളിൽ 400 ബെഡുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മിഷൻ ആശുപത്രി പൊട്ടിപ്പൊളിച്ചു പോയി. അന്ന് വെല്ലൂർ മെഡിക്കലൊന്നുമല്ല. ഇപ്പോൾ അന്ന് 1960 വെല്ലൂർ മെഡിക്കൽ കോളേജ് വലിയൊരു ആശുപത്രിയായിരുന്നു. കാരക്കോളം മെഡിക്കൽ കോളേജ് നമുക്കൊരു അഭിമാനമാണ്, നമ്മളെ ആശുപത്രിയുടെ അഭിമാനമാണ്. അത് ബിഷപ്പിന്റെ ചെയർമാൻ സ്ഥാനം കിട്ടാൻ വേണ്ടിയല്ല മിഷണറിമാർ ആശുപത്രി തുടങ്ങിയത്. ആർക്കും ജോലി കൊടുക്കാനും അല്ല ആശുപത്രി തുടങ്ങിയത്. ആശുപത്രിയാണ് മിഷണറിമാരോട് തുടങ്ങിയത്. ലണ്ടൻ മിഷൻ സൊസൈറ്റിയിലെ മിഷണറിമാരുടെ വലിയൊരു കാഴ്ചപ്പാടുകളായിരുന്നു. രോഗപ്രതിരോധത്തിനായി ആശുപത്രികൾ അവർ പഠിച്ചു വന്ന് തുടങ്ങിയത് രോഗികൾക്ക് വേണ്ടിയാണ്. മസൂരി ബാധിച്ചവർക്കും മറ്റു രോഗങ്ങൾ ബാധിച്ചവർക്കും മരണപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കുവാനായിട്ട് സാധിച്ച ആ അവസ്ഥ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഓർപ്പിക്കുവാനുള്ളത്, നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ ആശുപത്രികൾ, നമ്മുടെ ആലയങ്ങൾ, ഇതിന്റെ എല്ലാം ഉദ്ദേശം മിഷണറിമാരുടെ ദർശനത്തിൽ നമ്മൾ മാറിപ്പോയി. 200 വർഷം മുമ്പുള്ള മിഷണറിമാർ ഇംഗ്ലണ്ടിൽ നിന്നിവിടെ കടന്നു വന്നത്, ഇംഗ്ലണ്ടിലെ മിഷണറിമാരായിട്ടുള്ള LMS മിഷണറിമാരും CMS മിഷണറിമാരും ജർമ്മനിയിലെ ബാസൽ മിഷൻ മിഷണറിമാരും അവരുടെ പ്രവർത്തനമാണ് ഇപ്പോൾ ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുന്നത്. ബഹുമാനമുള്ള പിണറായി വിജയൻ സാറ് ബാസൽ മിഷൻ സ്കൂളിൽ പഠിച്ചാൽ അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത് എല്ലാവരും കൃഷി ചെയ്യണം, എല്ലാവരും തരിശുഭൂമിയുടേത്, അതിന് കൃഷി ചെയ്ത് യോഗ്യമാക്കി തീർക്കണം, യോഗ്യമാക്കി തീർക്കുക. അത് ജർമ്മൻ മിഷണറിമാരെ പഠിപ്പിച്ചത് തൊഴിലോടുകൂടി സുവിശേഷ വേല. CMS മിഷണറിമാരെ വിദ്യാഭ്യാസം കൊടുക്കുകയായിരുന്നു, LMS മിഷണറിമാര് വൈദ്യം കൊടുക്കുകയായിരുന്നു. എന്നാൽ ജർമ്മൻ മിഷണറിമാരെ, ബാസൽ മിഷണറിമാരെ തൊഴിലും പഠിപ്പിച്ച് തൊഴിൽ ശീലിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പള്ളിപ്പുറങ്ങളെല്ലാം തരിശുഭൂമിയായി ഇടരുത്. ആ തരിശുഭൂമിയായി ഇടരുത് എന്നുള്ള ഗവൺമെന്റിന്റെ നിർദ്ദേശമാണ്. ഗവൺമെന്റ് ഈ കാര്യങ്ങളിലൊക്കെ പറയുമ്പോൾ കഴിക്കാനൊക്കെ കഴിയും. ഈ സമയത്ത് ഹൃദയമുള്ളവരാണ് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിന് പുതിയ ഹൃദയമുണ്ട്.
ശക്തിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ്. ഇന്നത്തെ സങ്കീർത്തന ഭാഗത്ത് 29-ാം സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായി ഓർപ്പിക്കുന്ന കാര്യം 29-ാം സങ്കീർത്തനത്തിൽ അതിന്റെ അവസാന വാക്യത്തിൽ യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തന്റെ ജനത്തിന് സമാധാനം നൽകുമെങ്കിൽ the Lord will give strength to his people, the Lord will bless his people with peace. Strength and peace, strength and peace, അത് ദൈവത്തിന്റെ ഗിഫ്റ്റാണ്. 29-ാം സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ അത് യഹോവയുടെ ശബ്ദമാണ്, മരുഭൂമിയിലെ ശബ്ദമാണ്, കാദേശ് മരുവിനെ നടുക്കുന്ന ശബ്ദം, മരങ്ങളെ തോൽപ്പിക്കുന്ന ശബ്ദം, മാൻപേടകളെ പ്രസവിപ്പിക്കുവാനാക്കുന്ന ശബ്ദം, പെരുവെള്ളത്തിൽ മീതെ കവിയുന്ന ശബ്ദം. അതാണ് സിരിയോനെയും ലെബോനെയും കാളക്കുട്ടിയെപ്പോലെ കാറ്റുപത്തിൽ കുട്ടിയെപ്പോലെ തുള്ളിക്കുന്ന ശബ്ദം ദൈവത്തിന്റെ ശക്തിയാണ്. പരിശുദ്ധാത്മാവ് ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ശക്തി ലഭിക്കുകയുള്ളൂ. സ്പെഷ്യൽ പവർ. ഇതൊരു പ്രത്യേക പവറാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ അനോയിറ്റിംഗ് ഒരു സ്പെഷ്യൽ പവറാണ്. അതാണ് സംഗീതകാരൻ പറയുന്നത് യഹോവയുടെ ശബ്ദം, ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മാത്രം മാറ്റുകയായി തീരുവാൻ സഹായത്താണ്. അത് നമുക്ക് ശക്തി നൽകുന്നതായിരിക്കും, അത് സമാധാനം നൽകുന്നതാണ്. നിങ്ങൾ ഇരിക്കുന്ന ഭവനങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശക്തി നൽകുന്നത്, നിങ്ങൾക്ക് സമാധാനം നൽകുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അനുഭവങ്ങളാണ്. അനുദിന ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ, പ്രതികൂലങ്ങളിൽ നാളുകൾ വഴിനടത്തുന്ന ദൈവത്തിന്റെ അത്ഭുതകരണ, ദൈവത്തിന്റെ സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഓർമ്മിക്കുവാനുള്ളത് ഈ പരിശുദ്ധാത്മാഭിഷേകം നമുക്ക് ജയവും നൽകി, ശക്തി നൽകി, സമാധാനം നൽകുന്നതാണ്. രണ്ടാം പാഠഭാഗമായി വായിച്ചു കേട്ട അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ Pentecost, birthday of the church, power of Pentecost, beginning of the church. വിശുദ്ധ മത്തായി 16:18 I tell you that on this rock I will build my church and the gates of Hades will not overcome it. ഞാൻ പ്രാരംഭത്തിൽ ഓർമ്മിച്ചതാണ്. പത്രോസിനോട് പറഞ്ഞതുകൊണ്ടാണ്. പത്രോസ് നീ പറയാണ്, ഈ പാറമേൽ എന്ന സഭയെ പണിയും. ഉറപ്പുള്ളതാണ് സഭ. സഭ മണവാട്ടി സഭയാണ്. മണവാട്ടി സഭയ്ക്ക് ഉറപ്പുണ്ട്. മണവാളൻ വരുമ്പോൾ മണവാട്ടി സഭ എടുക്കപ്പെടും. അതാണ് ദൈവരാജ്യം. അതിലൊരു മാറ്റവും വരികയില്ല. ദൈവത്തിന്റെ സ്തോത്രം. ആ പ്രത്യാശയോടെ ഇരിക്കുന്ന ദൈവമക്കളായിരിക്കണം സഭയുടെ അംഗങ്ങൾ. ഈ പ്രത്യാശയാണ് നിങ്ങളെ വളർത്തിയെടുക്കുന്നത്. നമ്മളെ പറഞ്ഞ വിശുദ്ധന്മാരുടെ ശൗര്യങ്ങൾ പോലും കാണാനില്ല, പക്ഷെ അവരുടെയൊക്കെ ത്യാഗങ്ങളാണ് ഞാൻ നിങ്ങളിൽ ഇന്ന്. അവർ പരിശുദ്ധാത്മാവിൽ കേരളത്തിൽ പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളും അന്യ സംസ്ഥാന തൊഴിലാളികൾ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ മാനസികമായി ചെക്കുപൊട്ടിപ്പോകും. അസാധുക്കളായ ആളുകൾ റോഡെ പോകുമ്പോൾ, നടക്കുമ്പോൾ ശരിയായ വസ്ത്രമില്ലാത്തവർ, അവർ മൈലുകൾ നടക്കുമ്പോൾ ഞാൻ നിങ്ങളും ഈ മിഷണറിമാരുടെ 100 വർഷം മുമ്പ് വന്നില്ലായിരുന്നെങ്കിൽ ഇതുപോലെ നടന്നതിനെ മറ്റ് സംസ്ഥാനങ്ങളിൽ. അതുകൊണ്ട് ഞാൻ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവര് കേരളത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ സാധിച്ചത് പരിശുദ്ധാത്മാവിനാൽ സഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതുകൊണ്ടാണ്. സഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോൾ പെന്തക്കോസ്ത് നാളിൽ സർവ്വജനത്തിൽ ഒരുപോലെ സന്തോഷം വന്നു. അന്ന് മുതൽ ആ സഭയായ യേശു ശിഷ്യന്മാരെ വിളിച്ചു. യേശു ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവർ പോലും വേറെ പഠിച്ചു പോയി. ഒരുത്തിന് അന്നേരം തള്ളിപ്പറഞ്ഞു. പിന്നെ നോക്കിയപ്പോ 7 പേരേ ഉള്ളൂ. പിന്നെ നോക്കിയപ്പോ 10 പേരേ ഉള്ളൂ. പിന്നെ യേശു ഒരു 500 പേരെ കണ്ടു. കൂടെ നടന്ന ശിഷ്യന്മാർക്ക് പോലും മനസ്സിലായില്ല എമ്മോസിലേക്ക് പോയത് ഇത് യേശുവാണെന്ന്. എല്ലാം അനുഭവിച്ച് കണ്ടതാണ്. ഞാനും നിങ്ങളെല്ലാം ശിഷ്യന്മാരെ പറ്റി പറയും, ഇതും ഞാനും നിങ്ങളും ഇതാണ്. ഏതെങ്കിലും കാര്യങ്ങളിൽ പ്രയാസം വരുമ്പോൾ നമുക്കെല്ലാം നമുക്ക് ചെയ്ത നന്മകളൊക്കെ അങ്ങ് മറക്കും. നമ്മളെ ദൈവം കരുതിയതൊക്കെ അങ്ങ് മറക്കും. നമ്മളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മൾക്ക് ദൈവം നമുക്ക് മറക്കാറുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഓർമ്മിക്കാറുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ശക്തി UCPI എന്ന ഒരു മൂവ്മെന്റ്, യുണൈറ്റഡ് ക്രിസ്ത്യൻ പ്രയർ ഫോർ ഇന്ത്യ, ഇന്ന് 12 മണിക്ക് പെന്തക്കോസ്തായ 31 മെയ് 31 12 മുതൽ 12:20 വരെ ഏതാണ്ട് 25 ലക്ഷം ജനങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മളുടെ ഈ മഹാനഗരത്തിൽ നിന്ന് പ്രത്യേകിച്ച് മിനിതാ തമ്പാൻ
അവരൊക്കെ അതിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കായി തീരുന്നു. എല്ലാ വിഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. വൺ സൗണ്ട് വൺ ഹോപ്പ്, അതാണ് അതിന്റെ ലക്ഷ്യം. ഒരേ ശബ്ദത്തിൽ ഒരേ പ്രത്യാശയിൽ കോവിഡ്-19 എന്ന മഹാമാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചെടുക്കുവാൻ. അതുകൊണ്ട് സഭയായി ഈ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ഇനി മുന്നോട്ട് നീങ്ങാൻ സാധിക്കും. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കും. അല്ലാത്തത് ഒക്കെ വീണുപോകും, പ്രയാസപ്പെട്ടു പോകും. നാം അതിനെ ക്രിസ്ത്യാനിറ്റി കൊണ്ട് മുന്നോട്ട് നീങ്ങാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ജീവിച്ചാലും മരിച്ചാലും കർത്താവിനെ സംബന്ധിച്ച് എല്ലാമുള്ള വലിയ പ്രത്യാശയോടെ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെടുവാൻ സാധിക്കും. അതുകൊണ്ട് അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ പേരിൽ പരിശുദ്ധാത്മാവിനെ പകരുന്ന ദൈവത്തിന്റെ ആത്മാവ്. അതുകൊണ്ട് ഈ വലിയ ശക്തിയും വലിയ അധികാരമാണ് എനിക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഈ വലിയ ശക്തിയും വലിയ അധികാരവും നൽകിയിരിക്കുന്ന ഞാൻ മുമ്പ് ദുർവിനിയോഗം ചെയ്യുവാൻ, ഇത് അഹങ്കരിക്കുവാൻ, ഒരാൾക്ക് ദോഷം ചെയ്യുവാനുള്ളതല്ല, ഇത് നന്മ ചെയ്യുവാനുള്ളതാണ്. ഇത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാനാണ്, മറ്റുള്ളവർക്ക് വേണ്ടി അനുഗ്രഹമാക്കി തീർക്കുവാനാണ്. എന്നാൽ ആ വലിയ അനുഭവം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. കേൾക്കുന്ന ദൈവജനത്തോട് ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് സഭയാ കൊല്ലം കത്തീഡ്രൽ ദേവാലയം, ക്രൈസ്റ്റസ് കത്തീഡ്രൽ ദേവാലയത്തിൽ എല്ലാ അംഗങ്ങളെയും വിശേഷിച്ച് ഡേവിഡ് ഹാഗനിച്ച്, തോമസ് ചെറിയാനിച്ച്, നിങ്ങൾ ഇത് കേൾക്കുന്നതിന് ക്രമീകരണം ചെയ്യുന്ന പ്രിയമുള്ള ഹിന്ദി ഇതിനോടൊപ്പമുള്ള എല്ലാ പ്രിയപ്പെട്ടവരും, എല്ലാ ചർച്ച കമ്മിറ്റി അംഗങ്ങളും, എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ അഭിനന്ദിക്കുന്നതോടൊപ്പം ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്നത് കാണുമ്പോൾ നിങ്ങളോട് ഓർപ്പിക്കുവാനുള്ളത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണം. ഞാൻ എപ്പോഴും ഇതിനു മുൻപ് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച 1989 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാരുണ്യ നടത്തപ്പെട്ട ജീസസ് കാൾസിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പവർ മിനിസ്ട്രി. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ടെല്ലാം ആയെന്നല്ല. അതുകൊണ്ട് ഓരോ ദിവസവും ഇന്ന് നിലനിർത്തുന്നു. ഇന്ന് പ്രതിഫലങ്ങളിലെ പ്രതിസന്ധികളിലേക്ക് ദൈവകൃപയോടെ ദൈവ സാന്നിധ്യത്തോടെ തളരാതെ വീഴാതെ നിൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സാധിക്കും. ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കൃപ ഈ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരിയ്ക്കുന്ന ഭവനങ്ങളെ പരിശുദ്ധാത്മാവോട് നിറയ്ക്കണം. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാലും നിറയ്ക്കണം. പരിശുദ്ധാത്മാവ് പാപങ്ങൾ മോചിക്കുവാനുള്ള അധികാരമുണ്ടല്ലോ, പാപങ്ങൾ നിർത്തുവാനുള്ള അധികാരമുണ്ടല്ലോ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപങ്ങൾ മോചിക്കപ്പെടുമല്ലോ. പരിശുദ്ധാത്മാവ് പാപങ്ങൾ മോചിക്കപ്പെട്ട് പാപബന്ധനത്തിൽ നിന്ന് അഴിഞ്ഞവരായി തീരുവാൻ സഹായിക്കണമേ. എസ്കേൽ പ്രവാചകൻ പറയുന്നു, കർത്താവിന്റെ കരുണയ്ക്കായി യാചിച്ചുകൊണ്ട് ശുദ്ധജലം തളിക്കും, നിങ്ങളെ പരിശുദ്ധാത്മാവിനെ അയക്കും. ആ വലിയ അനുഭവം ഞങ്ങൾക്ക് ലഭ്യമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനക്കാരോട് ചേർന്നുകൊണ്ട് ആ കാദേശ് മണിവിനെ നട്ടിക്കുന്ന വോയിസ് ഓഫ് വിൽഡർനെസ് കർത്താവേ അത് അനുഭവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നിർമ്മാറാകണമേ. അന്ത്യകാലത്ത് പകരപ്പെട്ട പരിശുദ്ധാത്മാവ് എല്ലാവരിലും പകരപ്പെട്ട പോലെ നമ്മളിലും പകരപ്പെടുവാനായിട്ട് സാധിക്കും. കർത്താവേ, എല്ലാവർക്കും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഈ പെന്തക്കോസ്ത് ഞായറാഴ്ച എല്ലാ ഭവനങ്ങളും പരിശുദ്ധാത്മാവ് നിറയപ്പെടുവാൻ സഹായിക്കും. കർത്താവേ, കോവിഡ്-19 എന്ന മഹാമാരി ലോകത്തിൽ നിന്ന് തുടച്ചു മാറ്റണമേ. കർത്താവേ, ഉണ്ടായ കോവിഡ്-19 നിന്ന് രക്ഷിക്കണം. ശുശ്രൂഷിക്കുന്ന രോഗികളായി വ്യക്തിപ്പെട്ടവരുടെ കുടുംബങ്ങളെ സ്മരിക്കുന്നു. അവർക്ക് ആശ്വാസം കൊടുക്കണമേ. രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ. ക്വാറന്റൈനിൽ കഴിയുന്നവർ, അന്യ സംസ്ഥാനങ്ങളിൽ വരുന്നവർ, അന്യ രാജ്യങ്ങളിൽ വരുന്നവർ, ഞങ്ങൾ അന്യ സംസ്ഥാന തൊഴിലാളികളായി പ്രാർത്ഥിക്കുന്നു. അതിഥി തൊഴിലാളികൾ, പാവപ്പെട്ടവർ, സാധുക്കളായിട്ടുള്ളവർ, കർത്താവേ, അങ്ങനെ പല സ്ഥലങ്ങളിൽ കഴിയുന്നവർ, ഭക്ഷണമില്ലാത്തവർ, പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. കർത്താവേ, അവരെ കനിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളെല്ലാവരോടും ഒരു പുതിയ ഹൃദയം പ്രാപിച്ച് കർത്താവേ, മിഷന്മാർ ചെയ്തതുപോലെ ചെയ്യുവാൻ, ആ മിഷൻ സ്പിരിറ്റോടെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് പെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ തന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ഞായറാഴ്ച ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെ പരിശുദ്ധ
നന്ദി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. എല്ലാ മഹത്വം തമ്പുരാൻ മാത്രം. കർത്താവേ, കർത്താവിന്റെ അത്താഴത്തിനായിട്ട് ഞങ്ങൾ ഒരുങ്ങുന്നു. ദൈവമേ, അങ്ങയുടെ ശരീരം, അങ്ങയുടെ രക്തം അത് ഭക്ഷിച്ച് പാനം ചെയ്ത് അങ്ങനെ പോലെ ആയിത്തീരുവാൻ അടിയങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേവാലയത്തിനായി, ഞങ്ങളുടെ വൈദികർക്കായി, നവചേർന്നവർക്കായി, ശുശ്രൂഷകർക്കായി ഒക്കെ പ്രാർത്ഥിക്കുന്നു. ഇത് ക്രമീകരണം ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മഹാഴയുടെ 61 പള്ളികൾക്കായി, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഋഷികേശ് എന്നിവ മിഷൻ ഫീൽഡുകൾക്കായി, ഞങ്ങളുടെ സ്കൂളുകൾക്കായി, ഞങ്ങളുടെ ആശുപത്രികൾക്കായി ഒക്കെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദക്ഷിണേന്ത്യ സഭയ്ക്കായി ഞങ്ങളുടെ മോഡറേറ്റർ, ഡെപ്യൂട്ടി മോഡറേറ്റർ, ജനറൽ സെക്രട്ടറി, ട്രഷറർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, CSIT ജനങ്ങൾക്കായി, ഞങ്ങളോട് സഹവർത്തിത്വമുള്ള മാർത്തോമ സഭ, CNI സഭ, വിശേഷം മാർത്തോമ മെത്രാപ്പൊലീത്തയ്ക്കായി സ്തോത്രം. സൗഖ്യമാക്കുന്ന അത്ഭുതകരത്തിന് മകനെ കൊടുത്ത് സൗഖ്യം കൊടുക്കണമേ. കർത്താവേ, CNI മോഡറേറ്റർക്കായി പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുള്ള സഭാ വിഭാഗ ഭേദമന്യേ, മതവിഭാഗ ഭേദമന്യേ ജനങ്ങൾക്കായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ദൈവത്തിന്റെ കരങ്ങളിൽ കൃപ കൂടെ ഇരിക്കണമേ. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെ മേലും കർത്താവിന്റെ ശക്തി വ്യാപിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളുണ്ടെങ്കിൽ സൗഖ്യം കൊടുക്കണമേ. പലവിധ ഭാരങ്ങളുണ്ടെങ്കിൽ അവരുടെ ഭാരത്തിൽ നിന്ന് വിടുതൽ കൊടുക്കണമേ. പ്രത്യേക വിഷയങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അതിന്മേൽ അത്ഭുതം നടക്കുന്നവരാണെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നു. ഞങ്ങളെല്ലാ ഇടവുകളെയും വൈദികരെയും സഭാശ്രൂഷകരെയും വിശ്വമാരെയും ജനങ്ങളെ ഒരു പ്രാവശ്യം യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്കെല്ലാവർക്കും നമ്മുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കാം. നിത്യ വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിൽ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായുള്ള സകലത്തെയും സൃഷ്ടിച്ചവനായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായി ഏകർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് സർവ്വലോകവും ഭേദന്റെ പിതാവിൽ നിന്ന് ജനിപ്പിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിൽ നിന്ന് പ്രകാശം, സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം, ജനിപ്പിക്കപ്പെട്ടവൻ, ഉണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിനോട് ഏകത്വമുള്ളവൻ. അവനാൽ സകലവും ഉണ്ടായി. അവിടുന്ന് മനുഷ്യരായ നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ നിന്ന് അവതരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവിടുന്ന് കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു. തിരുവെഴുത്തിൽ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവും ജീവിപ്പിക്കുന്നവനും പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും കൂടെ ആരാധിക്കപ്പെടുന്നവനും പ്രവാചകരെ കൊണ്ട് സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. കാതോലിക അപ്പോസ്തലവുമായ വിശുദ്ധ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാവമോചനത്തിലുള്ള ഏക ബപ്തിസ്മയെ ഞാൻ അനുസരിക്കുന്നു. മരിച്ചവരുടെ പുനരുദ്ധാനത്തിലും വരുവാനുള്ള ലോകത്തിലെ ജീവനെ ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഈ കഴിഞ്ഞ ആഴ്ച ബർത്ത്ഡേ ആഘോഷിച്ചവരുടെ പേരുകൾ വായിക്കുന്നു. മിസ്സസ് ശിൽപ നിബു, അഞ്ചു അന്ന ഡേവിഡ്, ജെയിംസ് വർഗീസ്, ശോഷാമ ജോർജ്, രാജൻ ഡേവിഡ് തോംസൺ, ജേക്കബ് കുരുവിള, അന്നമ്മ ജോർജ് സോളമൻ, ശോഷാമ തോമസ്, നീതു മേരി മത്തായി, പ്രഭ ആലീസ്, ഷൈനി ജസ്റ്റസ്, സുനുജ സാംസൺ, മേഘ ബിനു ജോൺ, സാമുവൽ തോമസ്, ജോളി കോശി, മോളി ലാൽ, സാറ മേരി തോംസൺ, സ്റ്റീവ് ജോൺ തോംസൺ, കുര്യൻ സി തരകൻ, ഡോക്ടർ അനൂപി സജി, രാജൻ ജെയിംസ്, ഐസക് തോമസ്, ശ്രീദേവി എസ്.എൽ., ആൻ്റണി മെൻഡസ് അനിൽ, അന്നമ്മ നെൽസൺ, സോഫി ഗബ്രിയൽ, വത്സ സുനിൽ, എഡിസൺ ജോർജ്, സാം ജോൺ, മിനി വിനോദ്, ബിന്ദുമതി KS, ജോനാഥാൻ ആർ ചാൾസ്. വെഡ്ഡിംഗ് ആനിവേഴ്സറി ആഘോഷിച്ചവർ: മിസ്റ്റർ ഡേവിഡ് ചെറിയാൻ ആൻഡ് മിസസ് അഞ്ചു ഉമ്മൻ, Mr. Vimal Jacob Thompson and Mrs. Asha Thompson,
Mr. Sheen C. Nelson and Mrs. Sheija R.V., Mr. Thomas Matthew and Dr. Maj George, Mr. Anil Johnson and Mrs. Suja Anil Johnson. ബർത്ത്ഡേ ആഘോഷിക്കുന്ന, വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ച എല്ലാവർക്കും സഭയുടേതായിട്ടുള്ള ആശംസകളെ അറിയിക്കുന്നു. ഇവരോടൊപ്പം തന്നെ പ്രത്യേക പ്രാർത്ഥന ആവശ്യമുള്ളവർ, ദൈവത്തിൽ നിന്ന് നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചവർ എല്ലാവരെയും ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് അടുത്തു വരാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ജീവൻ്റെ ദാതാവും സകല നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും ദാതാവായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇക്കഴിഞ്ഞ ആഴ്ച ബർത്ത്ഡേ ആഘോഷിച്ച, വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ച, അതോടൊപ്പം തന്നെ ദൈവത്തിൽ നിന്ന് നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് ദൈവസന്നിധിയിൽ തലകളും വണക്കിയിരിക്കുന്ന എല്ലാവരെയും ദൈവവരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യവും കാവലും ഇന്നയോളം കൂടെ ഉണ്ടായിരുന്ന പ്രിയമക്കളെ എല്ലാവരെയും ജയോത്സവമായിട്ട് അവിടെ നടത്തുന്ന വിധങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതയാത്രയിൽ എല്ലായ്പ്പോഴും വാഗ്ദത്തം ചെയ്തിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. ഓരോ നിമിഷവും അത് രുചിച്ചറിഞ്ഞുകൊണ്ട് ഇതുവരെ നടത്തിയ ദൈവത്തിൽ തന്നെ പൂർണ്ണമായിട്ടും ആശ്രയിച്ചുകൊണ്ട് തുടർന്ന് മുന്നോട്ട് പോകാൻ കർത്താവ് എല്ലാവരെയും ശക്തീകരിക്കണമേ, കൃപ ചെയ്യണമേ. ദൈവവരങ്ങൾ പ്രിയമക്കളെ എല്ലാവരെയും താഴ്ത്തി സമർപ്പിക്കുന്നു. ചെറുതും വലുതുമായ ആവശ്യങ്ങൾ അവിടുന്ന് കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന അവിടെ ശ്രദ്ധയോടെ കേട്ടതിനായിട്ട് സ്തോത്രം. വീണ്ടും വരുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കാം. ആരാധനാക്രമത്തിലെ രണ്ടാമത്തെ ലിത്താനി നമുക്ക് ഉപയോഗിക്കാം. പ്രതിവാക്യമായി കർത്താവെ കരുണയുണ്ടാകണമേ എന്ന് ചൊല്ലാം. മേലിൽ നിന്നുള്ള സമാധാനത്തിനും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. കരുണയുണ്ടാകണമേ. ലോകത്തിൻ്റെ സമാധാനത്തിനും ദൈവത്തിൻ്റെ വിശുദ്ധ സഭയുടെ അഭിവൃദ്ധിക്കും സകലരുടെയും ഐക്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ ബിഷപ്പുമാർക്കും എല്ലാ പ്രസ്ബിറ്റർമാർക്കും, പ്രത്യേകിച്ച് ഞങ്ങളുടെ മോഡറേറ്റർ മോസ്റ്റ് റവറൻ ധർമ്മരാജ് റസാലൻ തിരുമേനിക്കും, ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ ഉമ്മൻ ജോർജ് തിരുമേനിക്കും, ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർ മോസ്റ്റ് റവറൻ പി സി സിംഗ് തിരുമേനിക്കും, മലങ്കര മർത്തോമ സുറിയാനി സഭയുടെ മെത്രാപോലിത്ത ജോസഫ് മർത്തോമ മെത്രാപോലിത്തയ്ക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ നല്ല ഹൃദയത്തോടും വിശുദ്ധമായ മനസ്സാക്ഷിയോടും അവരുടെ ശുശ്രൂഷകൾ അർപ്പിക്കാൻ കൃപയർലേണമേ. കർത്താവേ കരുണയുണ്ടാകണമേ. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും ഗവർണർക്കും മുഖ്യമന്ത്രിക്കും വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. രോഗികൾക്കും കഷ്ടം അനുഭവിക്കുന്നവർക്കും ദുഃഖിക്കുന്നവർക്കും മരിക്കാറായവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. ദരിദ്രർക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡ അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. നമുക്കും ദൈവത്തിൻ്റെ നാമം ഏറ്റുപറയുന്ന സകലർക്കും നമ്മെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ നിസ്തുലമായ മഹത്വം പ്രകടിപ്പിക്കാൻ കഴിയേണ്ടതിന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. അങ്ങേ സേവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന സകലരോടും ചേർന്ന് അവിടുത്തെ അനന്തമായ ആനന്ദത്തിൻ്റെ പരിപൂർണതയിൽ പ്രവേശിക്കേണ്ടതിന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല ജ്ഞാനത്തിൻ്റെയും ഉറവയാകുന്ന ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളും ചോദിക്കുന്നതിലുള്ള ഞങ്ങളുടെ അജ്ഞതയും അവിടുന്ന് അറിയുന്നുവല്ലോ. ഞങ്ങളുടെ അയോഗ്യത മൂലം പല കാര്യങ്ങളും അങ്ങയോട് ചോദിക്കാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളുടെ അന്ധത മൂലം പല ആവശ്യങ്ങളും തിരുമുമ്പാകെ സമർപ്പിക്കാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകൾ മനസ്സലിവുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ദാനാർപ്പണത്തിനായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരി സഹോദരന്മാരോ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അപ്പം ഒന്നാമുണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ
അംശികളിലാകുന്നുവല്ലോ. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ കർത്താവിന് പാടി കീർത്തനം ചെയ്യും. സമാധാനത്തിൻ്റെ അടയാളമായ കയ്യസൂരി. Lord, you seem so far away, 1,000,000 miles or more, it feels today. Though I haven't lost my faith, I must confess right now that it's hard for me to pray. But I don't know what to say, where to start. But as you give the grace, with all that's in my heart, I will sing, I will praise. Even in my darkest hour, through the sorrow and the pain, I will sing, I will praise. Lift my hands to honor you, because your word is true. I will sing. Lord, it's hard for me to see all the thoughts and plans you have for me. But I will put my trust in you, knowing that you died to set me free. But I don't know what to say, and I don't know where to start. But as you give the grace, with all that's in my heart, I will sing, I will praise. Even in my darkest hour, through the sorrow and the pain, I will sing, I will praise. Lift my hands to honor you, because your word is true. I will sing, I will praise. Even in my darkest hour, through the sorrow and the pain, I will sing, I will praise. Lift my hands to honor you, because your word is true. I will sing, I will praise, I will sing. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്തത്താൽ അങ്ങയുടെ കൃപാസനത്തിലേക്കുള്ള പൊതുവഴിയെ പ്രസിരിക്കുന്ന പരിശുദ്ധ പിതാവേ, അയോഗ്യരായ ഞങ്ങൾ യേശുമിശിഹാമുഖാന്തരം അങ്ങയോട് അടുത്ത് വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം അങ്ങേക്കുള്ളതല്ലോ. അങ്ങയുടെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ അങ്ങേക്ക് തരുന്നതേ ഉള്ളൂ. ഞങ്ങളെയും ഞങ്ങളെ ഈ ദാനങ്ങളെയും ഉപയോഗിക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. മുട്ടുകളെ മടക്കി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ശ്രേഷ്ഠ മഹാപുരോഹിതനായുള്ളവേ, നിന്റെ ശിഷ്യന്മാരുടെ നടുവിൽ സന്നിഹിതനായിരിക്കുന്ന പോലെ ഞങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവീൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം.
പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങളുടെ കർത്തവ്യവുമാകുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം തന്നെ അവൻ്റെ വാഗ്ദപ്രകാരം പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്നാണ് ഇറങ്ങി ശിഷ്യന്മാരെ ഉപദേശിപ്പാനും സകല സത്യത്തിലേക്ക് അവരെ വഴി നടത്തുവാനും അവരുടെ മേലിരിക്കുകയും സകല ജാതികളോട് നിരന്തരമായി സുവിശേഷം പ്രസംഗിപ്പാൻ അവർക്ക് ഭാഷാവരവും ഉജ്ജ്വല തീക്ഷ്ണതയോടുകൂടിയ ധൈര്യവും നൽകി. അതുകൊണ്ട് ദൈവദൂതന്മാരോടും അനദൈവന്മാരോടും കൂടെ സ്വർഗത്തിലെ സകല സംഘത്തോടും കൂടെ എപ്പോഴും അങ്ങേ സ്തുതിച്ചും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വം നീലിയും അങ്ങയുടെ മഹത്വമുള്ള നാമത്തെ പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. ആമേൻ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. സ്വർഗസ്ഥ പിതാവേ, അങ്ങ് സത്യമായി പരിശുദ്ധനാകുന്നു. അങ്ങ് സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള അങ്ങയുടെ ആർദ്ര സ്നേഹം കൊണ്ട് അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവത്തെ എടുപ്പാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശിന്മേൽ മരണം അനുഭവിപ്പാനും തന്നുവല്ലോ. അവിടുന്ന് ഒരിക്കലായി തന്നെ വഴിപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിൻ്റെയും പാപങ്ങൾക്കായിട്ട് അധികമായി പൂർണ്ണമായി മതിയാകുന്ന യാവും വഴിപാടും പ്രതിഷ്ഠ നീന്തിരിക്കുകയും താൻ വീണ്ടും വരുവോളം തൻ്റെ വിലയേറിയ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയെ നിയമിക്കുകയും അതിനെപ്പോഴും ആദരിക്കുന്ന എൻ്റെ വിശുദ്ധ സുവിശേഷം ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. യേശുദാനിറ്റിക്കൂടപ്പെട്ട രാത്രി അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പിൻ, നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്നതിൻ്റെ ശരീരമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. താഴും കഴിഞ്ഞതിന് ശേഷം അപ്രകാരം തന്നെ യേശു പാനപാത്രം എടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാവുന്നതിനെ നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ അങ്ങയുടെ പുത്രൻ്റെ പുനരുത്ഥാനത്തെയും സ്വർഗ്ഗാരോഹണത്തെയും ഓർത്തുകൊണ്ടും യേശുമിശിഹായിൽ അങ്ങ് ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വേണ്ടിയെടുപ്പിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും കർത്താവ് ഓർമ്മയ്ക്കായി അങ്ങയുടെ ദാസരായ ഞങ്ങളിതിനെ ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെ ഞങ്ങളുടെ ദാനങ്ങളായ അപ്പത്തെയും ഇതിനെ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയും ആകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങനെ അവനിൽ യോജിപ്പിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസത്തിന് ഐക്യം പ്രാപിച്ച് ഞങ്ങളുടെ കർത്താവാകുന്ന മശിഹാ നിലയാകുന്ന നമ്മിലേക്ക് സകലത്തിനും വളരേണ്ടതിന് കൃപ നൽകണമേ. ക്രിസ്തു മൂലമായും ക്രിസ്തുവിനോടുകൂടെയും പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, അങ്ങേക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം ധൈര്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ, ഞങ്ങളെ ദോഷം രക്ഷിക്കണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിങ്ങളെല്ലാകുന്നു. ആമേൻ. വളരെ അനുതാപത്തോടെ താഴെ വരുന്ന പ്രാർത്ഥന, നമ്മളുടെ സ്വന്തം പ്രാർത്ഥനകൾ ചേർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള കർത്താവേ, ഞങ്ങളവിടുത്തെ കരുണകളിലല്ലാതെ ഞങ്ങളെ സ്വന്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് നീ മേശയിലേക്ക് വരുവാൻ തുനിയുന്നില്ല. ഞങ്ങളവിടുത്തെ മേശയിൽ നിന്ന് വീഴുന്ന 40 നുറുക്കൾ പോലും അനുഭവിപ്പാൻ യോഗ്യതയുള്ളതല്ല. എന്നാൽ അങ്ങെപ്പോഴും കരുണയുന്ന സ്വഭാവമുള്ള കർത്താവ് അതിനെ ആവുന്നു. അതുകൊണ്ട് കൃപയുള്ള കർത്താവേ, ഞങ്ങളുടെ ഭാവശരീരങ്ങളും ആത്മാക്കളും ഞങ്ങളുടെ ഇഷ്ടപുത്രനായ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ശരീരത്താലും രക്തത്താലും ഒരുപാടും ഞങ്ങൾ യേശുവിലെ യേശുക്രിസ്തു ഞങ്ങളെപ്പോഴും വസിപ്പാൻ തക്കോണം. ഞങ്ങളുടെ മാംസത്തെ ഭക്ഷിക്കുകയും
അവിടുത്തെ രക്തത്തെ കുടിക്കുകയും ചെയ്യണതിന് ഞങ്ങൾ കൃപ തരണമേ. ആമേൻ. നാം മുറുക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? ലോകത്തിൻ്റെ പാപത്തെ അപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ സാക്രമെന്ത് വിശ്വാസത്തിൽ കൈക്കൊണ്ട നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇവിടെ വാത്സല്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹായിൽ ഞങ്ങളെ അവിടുത്തെ മക്കളായി അങ്ങ് സ്വീകരിച്ചിരിക്കുന്നുവല്ലോ. അവിടുത്തെ മഹാവിലയേറിയ ശരീരവും രക്തവുമാകുന്ന ആത്മീയാഹാരം കൊണ്ട് അങ്ങ് ഞങ്ങളെ പോഷിപ്പിച്ച് ഞങ്ങൾക്ക് പാപമോചനവും നിത്യജീവനെക്കുറിച്ചുള്ള വാഗ്ദാനവും നൽകിയിരിക്കുന്നു. അങ്ങയുടെ വലുതരാത്ത ഉപകാരങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്ത് അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെ തന്നെ ഞങ്ങളുടെ ശരീരങ്ങളെയും ആത്മാക്കളെയും ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. അതാകുന്നുവല്ലോ ഞങ്ങളുടെ ഏറ്റവും ഉചിതമായ ആരാധന. ഞങ്ങൾ ലോകത്തിന് അനുഭവരാകാതെ നല്ലെന്നും പൂർണ്ണവുമായ ദൈവഹിതം നിന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നതിന് സഹായിക്കണമേ. അങ്ങനെ ഞങ്ങളിലും ഭൂമിയിൽ അങ്ങേ അനുസരിച്ച് ഒടുവിൽ അങ്ങയുടെ സ്വർഗീയ രാജ്യത്തിൽ അങ്ങയുടെ സകല വിസ്തൃതിയോടെ സന്തോഷിക്കേണ്ടതിന് കൃപയരണമെന്നും അങ്ങയോട് അപേക്ഷിക്കുന്നു. അവിടുന്ന് പുത്രനോടും പരിശുദ്ധാത്മാവോടും കൂടെ എന്നേക്കും വേഗതയുമായി ജീവിച്ചു വാഴുന്നുവല്ലോ. ആമേൻ. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും ഭാഗത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സകലാബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം ദൈവത്തെ അവിടുത്തെ പുത്രൻ നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവെ, പരിശുദ്ധ പിതാവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭവനങ്ങളെയും അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ കരുണകൃപ പെന്തക്കോസ്ത് നാളിൽ പ്രത്യക്ഷപ്പെട്ട അഗ്നിനാവാൽ പ്രത്യക്ഷപ്പെട്ട എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിച്ച ആ അനുഭവം എല്ലാവർക്കും ലഭിച്ച് സന്തോഷത്തോടെ തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ പെന്തക്കോസ്ത് പിൻവരുന്ന കാലം സഭയുടെ ഉത്ഭവം കർത്താവെ, സഭയുടെ ഉൾപ്രാണനത്തിനായി ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ഒരുക്കത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും ബലപ്പെടുത്തണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. മഹത്വമൊക്കെ തമ്പുരാന് മാത്രം, യേശു മൂലം തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. കർത്താവിൻ്റെ നാമത്തിൽ തന്നെ നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.